നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളത് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് റഫേൽ വിമാനങ്ങൾ വാങ്ങി അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് മിഗ് വിമാനങ്ങൾ വാങ്ങി എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ പ്രതിരോധ ലോകം ചർച്ച ചെയ്യുന്നത് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കാൻ പോകുന്ന, ലോകം തന്നെ ഭയക്കുന്ന ഒരു അദൃശ്യ വിമാനത്തെ കുറിച്ചാണ്. അതിന്റെ പേരാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്. പണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സാങ്കേതിക വിദ്യ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് വിൽക്കാൻ പോകുന്ന ഒരു കാലത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഭാരതത്തിന്റെ ആകാശക്കരുത്ത് ഇനി വെറും ഒരു സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. എന്താണ് ഈ അഞ്ചാം തലമുറ? യുദ്ധവിമാനങ്ങളുടെ ലോകത്ത് തലമുറകൾ എന്നൊരു തരംതിരിവുണ്ട്. പഴയ കാലത്തെ വിമാനങ്ങൾ വെറും തോക്കുകളും ചെറിയ ബോംബുകളുമായി പറന്നിരുന്ന ഒന്നാം തലമുറയായിരുന്നു. അവിടെ നിന്ന് ഇന്ന് നമ്മൾ അഞ്ചാം തലമുറയിൽ എത്തി നിൽക്കുകയാണ്. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും കരുത്തരായ റഫേൽ പോലും 4ാം ജനറേഷൻ വിമാനമാണ്. അഞ്ചാം തലമുറ എന്ന് പറയുമ്പോൾ അത് കേവലം വേഗത കൂടിയ ഒരു വിമാനമല്ല, മറിച്ച് ശത്രുവിനെ ഒട്ടും അറിയിക്കാതെ അവരുടെ മണ്ണിൽ കയറി ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു ബുദ്ധിമാൻ വിമാനമാണ്. ലോകത്ത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരം വിമാനങ്ങൾ നിർമ്മിക്കാൻ അറിയൂ. അവിടെയാണ് ഇന്ത്യയുടെ AMCA ശ്രദ്ധേയമാകുന്നത്. നമ്മൾ ഫോണുകൾ മാറുന്നത് പോലെയാണ് യുദ്ധവിമാനങ്ങളുടെ തലമുറകളും. ഒന്നാം തലമുറയിൽ വെറും മെഷീൻ ഗണ്ണുകൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് 5ാം തലമുറയിലാണ്. ഇതിന്റെ പ്രത്യേകത ഏറ്റവും വലിയ സ്റ്റെൽത്ത് ആണ്. സാധാരണ വിമാനങ്ങൾ റഡാറുകളിൽ പെട്ടെന്ന് തെളിയും, എന്നാൽ ഒരു 5ാം തലമുറ വിമാനം ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് അവരുടെ അടുത്തെത്തി ആക്രമണം നടത്തി തിരിച്ചു പോരും. ശത്രു അറിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും. ലോകത്ത് നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ കൈവശമുള്ളത്. 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ്. AMCAയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്റ്റെൽത്ത് കഴിവാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റെൽത്ത്? ലളിതമായി പറഞ്ഞാൽ അദൃശ്യനാകുക എന്നത് തന്നെ. ശത്രു രാജ്യങ്ങൾ അവരുടെ അതിർത്തിയിൽ വലിയ റഡാറുകൾ വെച്ചിട്ടുണ്ടാകും. ഈ റഡാറുകൾ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുകയും ഏതെങ്കിലും വിമാനം വരുന്നുണ്ടെങ്കിൽ അതിൽ തട്ടി തിരിച്ചു വരികയും ചെയ്യും. അപ്പോഴാണ് വിമാനം വരുന്നത് റഡാർ സ്ക്രീനിൽ തെളിയുന്നത്. എന്നാൽ AMCA നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേക ആകൃതിയിലാണ്. ഇതിൽ തട്ടുന്ന റഡാർ രംഗങ്ങൾ തിരിച്ചു പോകാതെ ചിതറിപ്പോകും. കൂടാതെ വിമാനത്തിന്റെ പുറത്ത് അടിച്ചിരിക്കുന്ന പ്രത്യേക പെയിന്റ് ഈ തരംഗങ്ങളെ ആഗിരണം ചെയ്യും. ഫലത്തിൽ ഒരു കൂറ്റൻ യുദ്ധവിമാനം വരുമ്പോൾ ശത്രുവിന്റെ റഡാർ സ്ക്രീനിൽ അത് വെറും ഒരു ചെറിയ കിളി പറക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തതുപോലെയോ മാത്രമേ കാണിക്കൂ. ആയുധങ്ങൾ എവിടെ ഒളിപ്പിക്കും? സാധാരണ വിമാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയുടെ ചിറകിന് താഴെയായിരിക്കും മിസൈലുകളും ബോംബുകളും തൂക്കിയിട്ടിരിക്കുന്നത്. എന്നാൽ 5ാം തലമുറ വിമാനത്തിൽ ആയുധങ്ങൾ പുറത്തു വെക്കാൻ പറ്റില്ല. കാരണം പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ആയുധങ്ങൾ റഡാർ തരംഗങ്ങളെ പെട്ടെന്ന് തിരിച്ചയക്കും. അതുകൊണ്ട് AMCAക്ക് ഉള്ളിൽ പ്രത്യേകമായ അറകളുണ്ട്. ആയുധങ്ങൾ ഈ വിമാനത്തിന്റെ വയറിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കും. ആക്രമിക്കാൻ നേരത്ത് മാത്രം ഈ അറകൾ തുറന്ന് മിസൈലുകൾ പുറത്തേക്ക് വരും. ഇതാണ് AMCA ഒരു യഥാർത്ഥ സ്റ്റെൽത്ത് വിമാനമാക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഇതിന്റെ വേഗതയാണ്. സാധാരണ വിമാനങ്ങൾ ശബ്ദത്തെക്കാൾ വേഗതയിൽ പറക്കണമെങ്കിൽ ആഫ്റ്റർ ബേണർ എന്ന സംവിധാനം ഉപയോഗിക്കണം. ഇത് ഇന്ധനം വൻതോതിൽ കുടിച്ചു തീർക്കുന്ന ഒന്നാണ്. എന്നാൽ AMCAക്ക് ആഫ്റ്റർ ബേണർ ഇല്ലാതെ തന്നെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുറെ നേരം പറക്കാൻ കഴിയും. ഇതിനെയാണ് സൂപ്പർ ക്രൂയിസ് എന്ന് വിളിക്കുന്നത്. ഇത് വിമാനത്തിന് കൂടുതൽ ദൂരത്തേക്ക് പറക്കാനും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനും സഹായിക്കുകയാണ്. ഇതുവരെ ഇന്ത്യയിലെ വിമാനങ്ങളെല്ലാം സർക്കാർ സ്ഥാപനമായ ഹാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കമ്പനികളായ ടാറ്റ, L&T എന്നിവയെ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ കമ്പനി ഇത്രയും വലിയൊരു യുദ്ധവിമാന പദ്ധതിയുടെ ഭാഗമാകുന്നത്. സ്വകാര്യ മേഖലയുടെ വേഗതയും കൃത്യതയും ഇതിലൂടെ പ്രതിരോധ രംഗത്തിന് ലഭിക്കും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും വലിയ ഗുണം ചെയ്യും. നമ്മുടെ പക്കൽ ഇപ്പോൾ റാഫേലും സുഖോയും ഒക്കെയുണ്ട്. പക്ഷേ വരുന്ന 10-15 വർഷത്തിനുള്ളിൽ യുദ്ധരീതികൾ മാറും. അപ്പോൾ നമുക്ക് ഇത്തരം അഡ്വാൻസ്ഡ് വിമാനങ്ങൾ അത്യാവശ്യമാണ്. 2028 ഇതിന്റെ ആദ്യ മാതൃക പുറത്തിറങ്ങുമെന്ന്. 2035 ഇത് പൂർണ്ണമായും സജ്ജമായി വ്യോമസേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയ്ക്കും മറ്റും ഇത്തരം വിമാനങ്ങൾ ഉള്ളപ്പോൾ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കാൻ AMCA അനിവാര്യമാണ്. ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ വെല്ലുവിളികളും കുറവല്ല. 5ാം തലമുറ വിമാനത്തിന്റെ വികസനം വളരെ സങ്കീർണമാണ്. പലപ്പോഴും ഇത്തരം പദ്ധതികൾ വൈകാറുണ്ട്. അമേരിക്കയുടെ F-35 പോലും വർഷങ്ങൾ വൈകിയാണ് പൂർത്തിയായത്. കൃത്യസമയത്ത് ഫണ്ട് ലഭ്യമാക്കുക, സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുക,
കൃത്യമായ ടൈംലൈൻ വിമാനം പുറത്തിറങ്ങുക എന്നിവയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന കടമ്പകൾ. എങ്കിലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ വേഗത കണ്ടാൽ നമ്മൾ ഇത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ സാധിച്ചെടുക്കുമെന്ന് ഉറപ്പാണ്. ഒരു 5ാം തലമുറ വിമാനം വെറും ഒരു പൈലറ്റ് പറത്തുന്ന യന്ത്രമല്ല, അതിന് സ്വന്തമായി ഒരു തലച്ചോറുണ്ട്. ഇതിന് നമ്മൾ സെൻസർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. വിമാനത്തിന്റെ പല ഭാഗങ്ങളിലായി 100 കണക്കിന് സെൻസറുകളും ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ടാകും. ശത്രുവിന്റെ വിമാനം എവിടെയുണ്ട്, മിസൈലുകൾ വരുന്നുണ്ടോ, കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഈ സെൻസറുകൾ ഒരേ സമയം ശേഖരിക്കും. പൈലറ്റിന് ഈ വിവരങ്ങളെല്ലാം വിശകലനം ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് വിമാനത്തിലെ കമ്പ്യൂട്ടർ തന്നെ ഈ വിവരങ്ങളെല്ലാം കൂട്ടിയിണക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം പൈലറ്റിന്റെ ഹെൽമെറ്റിലെ ഗ്ലാസിൽ കാണിച്ചു കൊടുക്കും. അതായത് പൈലറ്റിന് വിമാനത്തിന് പുറത്തേക്ക് നോക്കാതെ തന്നെ ശത്രുവിനെ കാണാനും വെടിവെച്ചിടാനും കഴിയും. AMCA പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഒരു സാങ്കേതിക ചട്ടമാണ്. കാരണം ഇത് വെറും ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്ന പദ്ധതി മാത്രമല്ല, മറിച്ച് ഇന്ത്യയെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉയർത്തുന്ന ശ്രമമാണ്. AMCAയുടെ ലക്ഷ്യം ഒരു തദ്ദേശീയ ഒറ്റ സീറ്റുള്ള ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് യുദ്ധവിമാനം വികസിപ്പിക്കുക എന്നതാണ്. ഇതിൽ സ്റ്റെൽത്ത് കോട്ടിംഗ്, ആന്തരിക ആയുധ ബേകൾ, അടുത്ത തലമുറ ഏവിയോണിക്സ്, ഹൈ എൻഡ് സെൻസർ സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങളിലൊന്നായ അമേരിക്കയുടെ F-35, റഷ്യയുടെ സുഖോയ് 57 പോലുള്ള വിമാനങ്ങൾക്കൊപ്പം ഇന്ത്യയും തുല്യ നിലയെത്താനുള്ള ശ്രമമാണിത്. ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ഒരു ഭാവി യുദ്ധശേഷി ഉറപ്പാക്കാൻ കഴിയും. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന സുഖോയ് 30, റഫേൽ, മിറാജ് പോലുള്ള വിമാനങ്ങൾ അത്യാധുനികമാണെങ്കിലും ലോകം ഇപ്പോൾ സ്റ്റെൽത്ത് അധിഷ്ഠിത യുദ്ധത്തിലേക്ക് മാറുകയാണ്. ശത്രുവിന്റെ റഡാറിൽ പെട്ടെന്ന് പിടിക്കപ്പെടാതെ ആക്രമണം നടത്താനുള്ള കഴിവാണ് 5ാം തലമുറ വിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ AMCA ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യം സാങ്കേതികമായും ഭൗമരാഷ്ട്രീയമായും വളരെ വലുതാണ്. ഈ AMCA പദ്ധതിയുടെ കീഴിൽ 125-ലധികം വിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2035ഓടെ ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇതുവഴി ഇന്ത്യയുടെ എയർ പവർ മേഖലയിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ ആകാശ സുരക്ഷയ്ക്കൊപ്പം രാജ്യത്തിന്റെ ആക്രമണ പ്രതിരോധ ശേഷിയും അതിവേഗം ഉയർത്താൻ AMCA സഹായിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വെറും ഒരു യുദ്ധവിമാനത്തെ കുറിച്ചല്ല, മറിച്ച് ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാകുന്നു എന്നതിനെ കുറിച്ചാണ്. ദശാബ്ദങ്ങളായി പ്രതിരോധ സാമഗ്രികൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ലോകത്തിന് മുന്നിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ നിർമ്മിക്കാൻ പ്രാപ്തിയുള്ള ഒരു ശക്തിയായി ഭാരതം മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വമാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി. പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന് അദ്ദേഹം നൽകിയ ഊന്നൽ വെറും ഒരു മുദ്രാവാക്യമല്ലെന്ന് AMCA പോലുള്ള പദ്ധതികൾ തെളിയിക്കുകയാണ്. സ്വകാര്യ മേഖലയെ പ്രതിരോധ നിർമ്മാണത്തിലേക്ക് ക്ഷണിച്ചതും വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിൽ സാങ്കേതിക വിദ്യ കൈമാറാൻ നിർബന്ധം പിടിച്ചതും ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. മുമ്പ് പ്രതിരോധ രഹസ്യങ്ങൾക്കായി നമ്മൾ മറ്റുള്ളവരുടെ വാതിൽ മുട്ടിയിരുന്നെങ്കിൽ ഇന്ന് ലോകം ഭാരതത്തിന്റെ കരുത്ത് കണ്ട് അമ്പരക്കുകയാണ്. പ്രധാനമന്ത്രി പലപ്പോഴും പറയുന്നത് പോലെ ഇതൊരു പുതിയ ഭാരതമാണ്. ഈ ഭാരതം ആരെയും ഭയപ്പെടുത്താനല്ല, മറിച്ച് സ്വന്തം അതിരുകൾ സംരക്ഷിക്കാനും ആഗോളതലത്തിൽ സമാധാനം നിലനിർത്താനും ആഗ്രഹിക്കുകയാണ്. DRDOയും നമ്മുടെ ശാസ്ത്രജ്ഞരും സ്വകാര്യ കമ്പനികളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ 2035ഓടെ AMCA ഇന്ത്യൻ ആകാശത്ത് ഗർജിക്കുന്നത് നമുക്ക് കാണാം. അന്ന് ലോകം പറയും, ഇത് ഇന്ത്യയുടെ സ്വന്തം സ്റ്റെൽത്ത് കരുത്താണ്, ആർക്കും തകർക്കാൻ കഴിയാത്ത ഭാരതത്തിന്റെ ഉരുക്ക് ചിറകുകൾ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.